അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു ഞാൻ പോകാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ എന്തായാലും 22-ാം തീയതി അദ്ദേഹം ആദ്യം ഭാര്യയെ കൊണ്ട് അവിടെ വെള്ളക്കടലാസ് കൊടുത്തു. ഞാനിത് പെട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് സെക്രട്ടറി എടുത്തു. അപ്പൊ ഇതിപ്പോ നിയമപരമായിട്ടല്ല തന്നത്. അപ്പൊ തൽക്കാലങ്ങളൊന്ന് മാറ്റിയേക്ക് 24-ാം തീയതി ഞങ്ങൾ ചർച്ച ഉണ്ട്. ഞാൻ അദ്ദേഹത്തോട്ട് ബന്ധപ്പെട്ടതേ വീട്ടൊന്നും മാറ്റിവെക്കാം. അപ്പൊ പറഞ്ഞു നിയമപരമായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റിവെക്കാം, പക്ഷെ അന്നത്തെ കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം മറ്റു കടലാസ് തന്നാൽ ഞാൻ നിർവാഹമില്ല. ശരി, എന്തായാലും സംസാരിക്കട്ടെ എന്നാണ്. പിറ്റേ ദിവസം രാവിലെ അയാൾ നിയമപരമായിട്ടുള്ള കടലാസുമായിട്ട് ബന്ധപ്പെട്ട് അവരെ അവരെ മകനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെന്ന് പിന്നെ കടലാസിൽ ഒപ്പുവെച്ച് റെസിപ്റ്റായിട്ട് പോകും. നമ്മൾ വളരെയധികം ദുഃഖിച്ചു. ലീഗുകാര് വളയൂർ പഞ്ചായത്തിൽ മാത്രമല്ല പട്ടാമ്പിയിൽ മുഴുവൻ എഴുതി വെച്ചു. എന്തിനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചത്. ഞങ്ങൾ വളയൂരിലുള്ള മുഴുവൻ സഹാക്കളും എല്ലാ അനുഭാവികളും ദുഃഖിച്ചു. ഞങ്ങൾ മറുപടി പറയാൻ നിർവാഹമില്ലാതെ ഇരുന്നു. നിരവധി തവണ പത്രങ്ങളിൽ റിപ്പോർട്ട് വന്നു. ഇതിലൊക്കെ എന്നെ ചിലപ്പോൾ ഏരിയ കമ്മിറ്റി അധിക്ഷേപിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ എപ്പോഴും പറയും വരട്ടെ, നമുക്ക് ഒന്നും കൂടി പരിശ്രമിക്കാം. എന്റെ വാക്ക് പരമാവധി എന്തോ അറിയില്ല ഏരിയ കമ്മിറ്റി സ്വീകരിച്ചതിന്റെ ഫലമായിട്ട് ഒരു കാര്യങ്ങളും വിശദീകരണം ചോദിക്കാതെയാണ് ഇരുന്നത്. പക്ഷെ അദ്ദേഹം അതിൽ പറഞ്ഞെന്താ ദയാവധം നടത്തിയെന്നാണ്. അല്ല, ആ സമയത്ത് നടപടി എടുത്തില്ലേ, എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നായിരിക്കും അദ്ദേഹം ചോദിച്ചത്. പക്ഷെ അതല്ല, അദ്ദേഹം തിരിച്ചു വരണം ഞങ്ങളുടെ ആവശ്യമാണ്, പാർട്ടിയുടെ ആവശ്യമാണ്. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് അത് ഇന്നും അതെന്നെയാണ് വിചാരിക്കുന്നത്. നാളെ പാർട്ടിക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് 22-ാം തീയതി 23-ാം തീയതി വീണ്ടും ഈ രാജിവെച്ച് പോയി. ലീഗുകാർ മുഴുവൻ എഴുതി. പക്ഷെ ലീഗുകാർ പണ്ട് രാജിവെക്കണം, 2 ജോലിയും ഈ ഇതും കൂടി പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസിഡന്റും പറഞ്ഞു, നിങ്ങൾ അന്ന് രാജിവെക്കാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് വെച്ചതാണ്. അവരോടും മറുപടി പറഞ്ഞു. അവര് പോലും ദുഃഖിച്ചു, ഞങ്ങളൊക്കെ ദുഃഖിച്ചു. അതിൽ ഞങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിനുശേഷം 24-ാം തീയതിയാണ്. 24-ാം തീയതി ചർച്ചയ്ക്ക് വരില്ല എന്ന് പറഞ്ഞപ്പോൾ 23-ാം തീയതി രാത്രി അദ്ദേഹത്തോടൊപ്പം പല കാര്യങ്ങളിലും പങ്കെടുത്തിരുന്ന മുരളി അടക്കമുള്ള ആളുകൾ വന്ന് നിർബന്ധിച്ചതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം വന്നപ്പോ അതിൽ പുതിയ 2 ആളുകൾ വേണമെന്ന് പറഞ്ഞാൽ അതടക്കം ഞങ്ങള് ഒരു ചർച്ചയിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോ വെറുതെ അദ്ദേഹത്തിനെതിരായിട്ടൊരു കള്ളപ്രചാരം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഇങ്ങനെ വരും എന്ന് വിചാരിച്ചാൽ നമ്മളിതൊക്കെ ടേപ്പ് റെക്കോർഡ് പിടിച്ചിരുന്നു. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം നമുക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരും മൊബൈലിലോ മറ്റൊരുത്തോ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ല. അങ്ങനെ പുതിയ ജില്ലാ സെക്രട്ടറിയുള്ള അദ്ദേഹത്തിന്റെ മുമ്പിൽ പാർട്ടി ഓഫീസിൽ ഞങ്ങൾ ചെല്ലുകയും അദ്ദേഹം വളരെ രൂക്ഷമായ രീതിയിലാണ് സംസാരം തുടങ്ങിയത് തന്നെ. അപ്പൊ തന്നെ എനിക്ക് ബേജാറാവൽ തുടങ്ങി. കാരണം അദ്ദേഹം അവസാനിക്കാതിരിക്കുമെന്ന് തോന്നി. 2 കാര്യങ്ങൾ പറഞ്ഞോടുകൂടെ 3-ാമത്തെ കാര്യം തുടങ്ങിയത് അദ്ദേഹത്തിന് മതസ്വാതന്ത്ര്യം സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ജില്ലാ സെക്രട്ടറി എന്ത് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ കഴിഞ്ഞ എത്ര കാലങ്ങൾ എന്താ ചെയ്യുന്നത് അത് ചെയ്യാം, അല്ലാണ്ട് ഞങ്ങളൊരു സർട്ടിഫിക്കറ്റ് തരുന്ന ഒരു ഇടപാട് നമ്മുടെ പാർട്ടിയിലില്ല. ദയവിട്ട് അതേ കാര്യം പറയണ്ട, മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കാം. താങ്കൾ പാർട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു പോകണം എന്ന് പറഞ്ഞു. അല്ലെ, ഞാൻ രണ്ടിനുമില്ല, പ്രൊട്ടക്ട് ചെയ്യാനുമില്ല മറ്റേനുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ കയറി പറഞ്ഞു, എന്തായാലും അവിടെ നിൽക്കട്ടെ, ഈ കാര്യങ്ങൾ ചർച്ചയായിട്ട് കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലോ, നമുക്ക് മാർച്ച് 31-നുള്ളിൽ ഈ മെമ്പർഷിപ്പ് ഒക്കെ പുതുക്കണല്ലോ, അതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ശരി, ബാക്കിയുള്ള ആൾക്കാരൊക്കെ പുതുക്കിക്കോട്ടെ, പുതുക്കുന്നതിൽ വിരോധമില്ല എന്നുള്ളൊരു തീരുമാനം അവിടെ നടത്തും. അപ്പൊ ഞാൻ ചോദിച്ചു, തന്റെ കാര്യം എന്താ ചെയ്യുക? അതിപ്പോ പറയാൻ പറ്റില്ല, പിന്നെ പറയാമെന്ന്. ഇല്ലല്ല, ആയിക്കോട്ടെ. അല്ലേ പറഞ്ഞോണ്ട് അദ്ദേഹം അങ്ങനെ. അപ്പൊ ഏതായാലും പിന്നെ ഞങ്ങൾ അവിടുന്ന് ഈ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയിരുന്നു. പക്ഷെ അതിൽ ഞങ്ങൾ വളരെയധികം വേദന ഉണ്ട്. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ പിന്നെ മെമ്പർഷിപ്പ് പുതുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. നിരവധി തവണ അദ്ദേഹത്തായിട്ട് പലരും ബന്ധപ്പെട്ടു. പക്ഷെ അദ്ദേഹം അവസാനമായും പുതുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനും ഗോപാലകൃഷ്ണൻ സുബൈദയുമായിട്ട് വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം എവിടുന്നോ വന്നോ ഉറങ്ങുകയാണ്, ഉറക്കം നിൽക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടുകാർ പറഞ്ഞു ഉറങ്ങുകയാണെന്ന്. വിളിച്ചുണർത്തണ്ട, ഇപ്പൊ വേണ്ട, ഞങ്ങൾ രാത്രി വരാമെന്ന്. ഞങ്ങൾ വിളിച്ചുണർത്താതെ പോന്നു. വീണ്ടും ചെന്നിട്ട് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിച്ചു. അപ്പൊ അദ്ദേഹം ഇവിടുന്ന് വേണം അങ്ങോട്ട് വന്നോട്ടെ, അങ്ങോട്ട് വരില്ല എന്ന്. ഞങ്ങൾ നിസ്സഹായരായി പോകും. അതാണ് സംഭവിച്ച കാര്യം. അല്ലാണ്ട് അദ്ദേഹത്തിനെ ഒതുക്കാനോ അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യാനോ അദ്ദേഹത്തിനെതിരായി നടപടിയെടുക്കാനോ ചെയ്തിട്ടില്ല.
അത് നാളെയോട് ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു ഏരിയ സെക്രട്ടറി സ്ഥാനം കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ ഇത്തരം ചർച്ചകളിൽ കൂടെ വന്നതിന് പലരും പറയുന്നുണ്ട്, അല്ലാണ്ട് ഞാൻ എവിടെ നടന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. യാദൃശ്യമായിട്ട് പല പത്രവാർത്തകളിലും പലതിലും വന്ന സംഭവങ്ങളാണ്. അതിൽ ആരെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അതിലോട്ട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അതൊക്കെ അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. ഞാൻ അതിനെ സംബന്ധിച്ച് കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. ഇനി എനിക്ക് ശേഷം നിരവധി സഹാക്കളോട് സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ എന്റെ സമയം അതിക്രമിച്ച് കളയുന്നില്ല. എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അഭിവാദനങ്ങൾ.